ഉമ്മ നിങ്ങളെ മോന്റെ അടുത്ത് പോയിക്കൂടെ തെങ്ങപ്പള്ളി വൈത്തിരിയുള്ള ആരിസ് ഇതിന്റെ പിന്നാലെ കൂടി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലാണെങ്കിലും അതിന്റെ നിയമപരമായ കടലാസുകളും പേപ്പറുകളും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് തടസ്സമായി നിൽക്കുന്നത് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട, അതായത് ഈ സ്ത്രീയുടെ ഒരു മോണ്ട് പൊയ്തനമുക്കിൽ ഇരുന്നാണ്ട് ഭയങ്കരമായ തെറി പറയണ്. ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് പബ്ലിക്കായിട്ട് ഭയങ്കരമായ തെറി പറഞ്ഞിട്ട് ആളുകൾക്ക് ഇത് കേട്ട് നിൽക്കാൻ കഴിയോ? പിന്നെ ഒരു അറിവ് വേണ്ടേ? അപ്പൊ നൗഫൽ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനടി ഈ നൗഫലിനെതിരെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നൗഫൽ വന്നാണ് മറ്റന്നാളെ സ്റ്റേഷനിൽ വന്നാണ്ട് ഒരു എഴുത്ത് കൊടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തോ. ഉമ്മ നിങ്ങൾക്ക് നിങ്ങളെ മോന്റെ അടുത്ത് പോയിക്കൂടെ തെങ്ങപ്പള്ളി? അതെന്താ അങ്ങനെ പറഞ്ഞു? എങ്ങോട്ട്? ഞാൻ ഓനെ വിളിക്കട്ടെ എങ്ങോട്ട് നിങ്ങളെ കൊണ്ടുവരാൻ വരാന്? എങ്ങോട്ട് ഇട്ടുണ്ടേക്കോ? ഒരു ചായ വേണോ? ഒരു ചായ വാങ്ങി തരാം. ഞങ്ങളെ മോനെ പോലെ വിചാരിച്ചാൽ മതി നിങ്ങള്. ശരി, അതെന്റെ ആ ഹോട്ടലിൽ നിന്ന് വിളിച്ചോ. വേണ്ടേ? നിങ്ങൾ എന്താ പട്ടിണി കിടന്ന് ഇങ്ങനെ നിൽക്കണ കാണാൻ വയ്യാ. ചെറിയ ചോറ് തിന്നണോ? ചെറിയ ചോറ് തിന്നണ നിങ്ങള്? സുഹൃത്തുക്കളെ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഈ ഉമ്മാന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 1.5 മാസമായി ഞാനും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ മെനക്കെടുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഉമ്മാനെ എത്തേണ്ട അടുത്ത് എത്തിക്കാൻ ആ ഉമ്മാന്റെ മോനായ, അതായത് നൗഫൽ, ഉമ്മാന്റെ മോന് നൗഫലും വേറെ എന്തോ ഒരു പേര് പറഞ്ഞു, 2 മക്കളാണ്. അപ്പൊ നൗഫൽ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഉമ്മാനെ സ്വന്തം ഉമ്മല്ലേ, പെരും മയം കൊണ്ട് ആകെ തണുത്ത് വിറച്ച് ഇവിടെ പൊയ്തനമുക്കിലാണ് വൈദ്യുതി ഇരിക്കുന്നത്. അപ്പൊ ഈ നൗഫൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് അയച്ചിട്ട് സ്റ്റേഷനിൽ വന്നാണ് ചെറിയൊരു എഴുത്ത് കൊടുക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. ആ എഴുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ എത്തേണ്ട അടുത്ത് എത്തിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഈ വീഡിയോ നൗഫൽ കാണുന്നവരെ, നൗഫലിനുള്ള വീഡിയോ ആണിത്. കാരണം ഞങ്ങൾ എല്ലാ പേപ്പറും ശരിയാക്കി മെമ്പർമാരൊക്കെ ആഴ്ചക്കാഴ്ച ഇങ്ങനെ പോവാം. എപ്പോഴും സ്റ്റേഷനിൽ വരും, 1/2 മണിക്കൂർ ആയി അവിടെ നിൽക്കണം. അപ്പൊ SI എന്താ പറഞ്ഞു വെച്ചാൽ, നൗഫൽ വന്നാണ്ട് ഒരു എഴുത്ത് ഇവിടെ തരണം, അതായത് ഒരു പെറ്റീഷൻ ഇവിടെ തന്നാലേ ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ പൊയ്തനമുക്കിൽ ഇരുന്നാണ്ട് ഭയങ്കരമായ തെറി പറയണ്. ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് പബ്ലിക്കായിട്ട് ഭയങ്കരമായ തെറി പറഞ്ഞിട്ട് ആളുകൾക്ക് ഇത് കേട്ട് നിൽക്കാൻ കഴിയോ? പിന്നെ ഒരു അറിവ് വേണ്ടേ? അപ്പൊ നൗഫൽ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനടി ഈ നൗഫലിനെതിരെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നൗഫൽ വന്നാണ് മറ്റന്നാളെ സ്റ്റേഷനിൽ വന്നാണ്ട് ഒരു എഴുത്ത് കൊടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തോ. ഞാൻ കുതിരവട്ടത്തേക്കുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇതിനപ്പുറം നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ അറിയോ, നമ്മൾ മെനക്കെട്ട് നമ്മളൊരു ഉമ്മാവന്റെ മാതിരി തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നൗഫലിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള വീഡിയോ ആണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും. ഹലോ, അപ്പോൾ ഞങ്ങൾ നൗഫലിനെ പലതവണ വിളിക്കുന്ന വീഡിയോ ആയിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇസ്മായിൽ ഉണ്ട്. ഇസ്മായിൽ പലതവണ ആയിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, കട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, കോൾ എടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ മനുഷ്യത്തുള്ള കുറേ ആളുകൾ ഇതിന് കുറേ ആയി മെനക്കെട്ട് നടക്കുന്നുണ്ട്. നൗഫലെ, എൻ്റെ ഉമ്മാക്കും വേണ്ടിയിട്ടാണ് ഈ മെനക്കെട്ട് നടക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എടുക്കുന്നില്ല, ഫോൺ കട്ടാക്കുകയാണ്. പലവട്ടം ഒരു 5-10 പ്രാവശ്യമായിട്ട് വിളിച്ചു. ചില സമയത്ത് എടുക്കുന്നത്, ചില സമയത്ത് ഫോൺ കട്ടാക്കുന്നത്. എന്തായാലും താല്പര്യമില്ലാന്ന് നമുക്ക് മനസ്സിലായി. അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നതോ അങ്ങനത്തെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ലാന്നാണ് മനസ്സിലാവണം. കാരണം മോനെ പല പ്രാവശ്യം വിളിച്ചു, ഒരു പ്രാവശ്യം എടുത്തു, എന്നിട്ട് നമ്മൾ ഹലോ എന്ന് പറഞ്ഞ് നൗഫലല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കട്ടാക്കി. പിന്നെ എടുക്കുന്നില്ല, ബിസി ആക്കുക, അതൊക്കെയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഇടപെടണം. കാരണം ഇതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് കണക്കൂട്ടുന്നത്. കാരണം നമ്മൾ പല തവണ ആയിട്ട് ഞങ്ങള് ഈ നൗഫലിന്റെ ഈ ഉമ്മാനെ കൊണ്ടാക്കാൻ വേണ്ടി പല തവണ ആയിട്ട് പോലീസ് സ്റ്റേഷനും മറ്റും കയറിയെങ്കിലും പോലീസുകാർ പറയുന്നത് പോലീസുകാർക്ക് തെറ്റില്ല. കാരണം നൗഫലിന്റെ പരാതി ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റൂല. നൗഫലിന്റെ മെമ്പർ, അതേമാതിരി ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, ഇപ്പൊ വൈത്തിരുത്തം പല മെമ്പർമാർ, 3-4 മെമ്പർമാരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് നൗഫലിനെ ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കണില്ല, ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആകാണ്. അപ്പൊ ഓന്റെ പേരിൽ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഏതായാലും ഈ നൗഫൽ ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് എന്താണ് അവന്റെ പ്രതികരണം നമുക്ക് നോക്കാം. നമ്മൾ കുറെ ദിവസമായി ഇതിന് മെനക്കെടുന്നു കേട്ടോ. ഇതൊരു അവസാനത്തിലേക്ക് എത്തട്ടെ, ഏതായാലും ഇറങ്ങി തിരിച്ചല്ലേ, ഇതിനൊരു അറുതി വരണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മെനക്കെടുന്നത്. ആ ഉമ്മാന്റെ ഒരു അവസ്ഥ നോക്കി, ഭയങ്കരമായ തണുപ്പും മയത്തും ഇവിടെ പേരും മയം കൊണ്ട് ഒരു ഗത്യന്തരമില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായിട്ട് എന്ന് പറയാം, അങ്ങനെ നടക്കുകയാണ് നാട് നീളെ. അപ്പോ ഈ കുതിരവട്ടത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി സ്ഥിതിക്ക് കൊണ്ടാക്കണമെങ്കിൽ പോലീസുകാർ വേണം. നമ്മൾ കൊണ്ടാക്കിയാല് സമ്മതം മാത്രമാണ് തടസ്സമായി. ഓനെ തിന്നൂല്ല തീറ്റിക്കൂല്ല എന്ന് പറഞ്ഞ സ്ഥിതിയാണ്. സ്വന്തം ഉമ്മല്ലേ ചങ്ങായി നൗഫലെ, എന്റെ സ്വന്തം ഉമ്മല്ലത്. ഹലോ, ഒരു രക്ഷയില്ല മോനെ. ഹലോ ഹലോ സുഹൃത്തുക്കളെ, സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ പേപ്പറുകളും റെഡിയാക്കിയ സ്ഥിതിക്ക് CI നൗഫലിനെ വിളിച്ചിട്ടും നൗഫൽ വന്നിട്ടില്ല.
മുൻ ബ്ലോക്ക് മെമ്പർ സലീമേമനെ വിളിച്ചിട്ടും തസ്ലീം മാഡം വിളിച്ചിട്ടും ആ വാർഡ് മെമ്പറായ ഷൈനി മാഡം വിളിച്ചിട്ടും CISI പോലത്തെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ടൊന്നും നൗഫൽ വരാൻ കൂട്ടാക്കുന്നില്ല. എന്താണ് ഇതിനൊരു തടസ്സം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, ഇപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. ഈ ഉമ്മ വളരെ തണുപ്പും മഴയൊക്കെ ഉള്ള ഈ സമയത്തും ഈ വൈത്തിരി, ചുണ്ട, കൽപ്പറ്റ തുടങ്ങിയ ഭാഗങ്ങളിൽ ഈ കടന്റെ പുറത്ത് ഇങ്ങനെ തണുപ്പും മഴയും പിന്നെ എല്ലാം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഈ ആരിസ്, നമ്മളെ വൈത്തിരിയുള്ള ആരിസ് ഇതിന്റെ പിന്നാലെ കൂടി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലാണെങ്കിലും അതിന്റെ നിയമപരമായ കടലാസുകളും പേപ്പറുകളും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് തടസ്സമായി നിൽക്കുന്നത് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട, അതായത് ഈ സ്ത്രീയുടെ ഒരു മോനുണ്ട്, ആ മോന്റെ ചെറിയൊരു സമ്മതം കിട്ടിയാൽ മാത്രമേ കുതിരവട്ടത്തേക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിലേക്കോ ഇവരെ കൊണ്ടുപോകാൻ ഉള്ളൂ എന്നാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ നൗഫലിനെ ഞങ്ങൾ എങ്ങനെ വിളിക്കാൻ ശ്രമിച്ചിട്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഈ നൗഫൽ ഫോൺ എടുക്കുന്നില്ല. ചില സമയത്ത് ഫോൺ എടുത്തിട്ട് കട്ടാക്കുക. അങ്ങനെ ഇവന് അതിനൊരു ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ അവന്റെ ഒരു സമ്മതം മാത്രം കിട്ടിയാൽ മതി, ഈ ഉമ്മ സുരക്ഷിതമായ സ്ഥലത്തെത്തും. പക്ഷേ മഴയും തണുപ്പും കൊണ്ട് ഇതിൽ നടക്കുകയാണ്. ഈ മകന്റെ സമ്മതം കിട്ടാത്ത കാരണം കൊണ്ടാണ് ഈ ഉമ്മ അങ്ങനെ നടക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഈ ഉമ്മന്റെ മകൻ നൗഫലിന്റെ അടുത്ത് എത്തുന്നത് വരെ ഷെയർ ചെയ്യണമെന്നും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടില്ലേ, ആ ഉമ്മാനോട് ചായ വേണോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണൊക്കെ കണ്ടപ്പോഴേ ഇന്ന് കല്ലെടുത്ത് തരിക ചെയ്തത്. ഇത് ക്ലാസ്സിനൊക്കെ എറിഞ്ഞത് ഭാഗം കൊണ്ട് ക്ലാസ് പൊട്ടില്ല, കല്ലെടുത്ത് എറിഞ്ഞിട്ട് അത് തെറിയും പറഞ്ഞാണ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ മോന് നൗഫൽ വരണം. നൗഫൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നൗഫലിനെതിരെ ഞാൻ വീഡിയോ ചെയ്യും. പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളൊക്കെ ഉമ്മമാരമായി തന്നെയാണ് ഈ ഉമ്മേനെ കാണുന്നത്. അപ്പൊ ഈ റോട്ടിലൂടെ ഇങ്ങനെ അലിഞ്ഞ് കാലും കൈയൊക്കെ നാശമായി ആകെ നനഞ്ഞ് ചീഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ ഉമ്മാന്റെ വിഷയത്തിന് നമ്മൾ ഇടപെട്ടിട്ട് ഏതെങ്കിലും ഒരു അവസാനിപ്പിച്ചിട്ട് നമ്മളിത് നിർത്തുള്ളൂ. അതുകൊണ്ട് നൗഫലിന് എന്തെങ്കിലും ഒളിച്ചുകളി ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ നൗഫലെ, അല്ലെങ്കിൽ ഈ വന്നുകൊണ്ട് സ്റ്റേഷനിൽ വന്നുകൊണ്ട് എഴുത്ത് കൊടുത്താണ്. ഓക്കെ.